الله أكبر الله أكبر لا إله إلا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفضل العظيم وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل فكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ബഹുമാന്യനായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വന്തം ബാധ്യതയായി എടുത്തിട്ടുണ്ട് എന്നത് ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പല പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചതാണ്. മനുഷ്യ മനസ്സിന് സ്വന്തം നിലക്ക് തന്നെ ഒരു മാർഗദർശനമുണ്ട്. അതൊരു പ്രവാചകനും പഠിപ്പിക്കാതെ ഒരു വേദഗ്രന്ഥവും പഠിപ്പിക്കാതെ നഫ്സിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ഭൂതമാക്കിയ ഒരു സംഗതിയാണ്. അതിനോടൊപ്പം തന്നെ അതിനെ ഓർമ്മപ്പെടുത്താൻ, തിരിച്ചറിയാൻ, ഓർമ്മിക്കാൻ, അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഗ്രന്ഥം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എല്ലാ വേദഗ്രന്ഥങ്ങളും ആ അടിസ്ഥാന യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പൊ ഓർമ്മപ്പെടുത്താനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അഡീഷണൽ സൗഭാഗ്യം, അതായത് ഒരു പ്രത്യേകമായ അധികമായി തരുന്ന ഒരു അനുഗ്രഹം. അപ്പൊ ആ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുക്കുക എന്നതാണ് ഒരു ബാധ്യതയായി സ്വയം തീരുമാനിച്ചു. ആദ്യം തന്നതും അത് തന്നെയാണ്, പിന്നെ തന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നാ അലൈനാ ലൽഹുദാ ഇന്നാ ഹദൈനാഹു നജ്ദൈൻ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നഫ്സും വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അത് അതിൽപ്പെട്ട തന്നെ.
ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറ ഇമ്മാ കഫൂറ എന്നിവ സൂറത്തിൽ ഇൻസാനിൽ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട വഅലല്ലാഹി ഖസ്ദുസ് സബീൽ എന്ന വേറെ സ്ഥലത്ത് പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ മാർഗദർശനം നൽകിയിട്ട് അതിനെ നിർബന്ധിച്ച് മനുഷ്യനെ വഴി നടത്തുക എന്നൊരു വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. മറ്റ് ജന്തുക്കളെ പോലെ, സസ്യങ്ങളെ പോലെ, മൃഗങ്ങളെ പോലെ, മത്സ്യങ്ങളെ പോലെയൊക്കെ നമ്മളെയും അങ്ങനെ നിർബന്ധിച്ചത് ജീവിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഉത്തരവാദിത്വം ഉണ്ടാകുമായിരുന്നില്ല, അപകടങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ അപകടങ്ങളും കുഴപ്പങ്ങളും ഒക്കെ വരുത്തി വെക്കുന്നതും വിനാശകരമായ വിപത്തിലേക്ക് ചെന്ന് ചാടുന്നതും നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിനുള്ള ഒരു നിർണയാവകാശത്തിനുള്ള ഒരു കഴിവ് ലഭ്യമായതുകൊണ്ടാണ്. അവിടെ സ്വാതന്ത്ര്യമില്ല, ഇക്റാഹിന്റെയും യാതൊരു നിർബന്ധവുമില്ല. അതായത് ശരിക്കും ഇഷ്ടമുള്ളവനെന്ന് വിശ്വസിച്ച് രക്ഷപ്രാപിക്കാം, ഇഷ്ടമുള്ളവനത് നിഷേധിച്ച് നശിക്കുകയും ചെയ്യാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യവസ്ഥയ്ക്ക് അകത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല, അങ്ങനെ ചെയ്യാനും പറ്റില്ല. ഒരാളുടെ ഭൂമി മറിച്ചിടാൻ വിചാരിച്ചാൽ സാധ്യമാവില്ല, ഒരാൾ ജനിക്കണ്ടെന്ന് വിചാരിച്ചാൽ സാധ്യമാവില്ല, ഒരാൾ മരിക്കണ്ടെന്ന് വിചാരിച്ചാൽ സാധ്യമാവില്ല, കണ്ണുകൊണ്ട് കേൾക്കാന്ന് വിചാരിച്ചാൽ പറ്റില്ല, ചെവികൊണ്ട് കാണാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഇങ്ങനെയുണ്ട് ഒരുപാട് കുടുക്കുകൾ. അതായത് ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഡെസ്റ്റിൻ, അതായത് വിധിച്ചു വെച്ചിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ ജനിക്കണ്ടെന്ന് വിചാരിച്ചു കഴിയില്ലല്ലോ, അത് വിചാരിക്കുന്നത് ജനിച്ചതിന് ശേഷം അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു മഹാത്ഭുതമാണ്. ജനനത്തിന് മുമ്പ് ഒരു വിചാരത്തിന് ചാൻസ് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ പലരും ജീവിതം വേണ്ടെന്ന് പോയത്. കാരണം ഇവിടെ വന്ന് ഓരോന്ന് അനുഭവിക്കുമ്പോൾ ആളുകൾ പറയാം, ഇങ്ങനെ ഒരു ജീവിതമാണെന്ന് നേരത്തെ അറിഞ്ഞ ഇത് വേണ്ടായിരുന്നു, സ്വർഗമല്ല ഇനി എന്ത് കിട്ടിയാലും ഇത് വേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ജീവിതാനുഭവങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പൊ ഈ ജീവിതം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഒരു നിയോഗമോ ഉത്തരവാദിത്വമോ ഒക്കെയാണ്. രാജിവെച്ച് പോകാനോ ഒളിച്ചോടാനോ യാതൊരു ചാൻസും ഇല്ലാത്തൊരു ഏർപ്പാട്. ആത്മഹത്യം വിചാരിച്ചാൽ അത് പറ്റില്ല, അത് അറാമാണ് അടുത്തത്. ഇത് നശിപ്പിക്കാനും പറ്റില്ല, കൊണ്ടിടക്കാനും പറ്റില്ല. വല്ലാത്തൊരു കുടുക്കിലാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്ന പ്രശ്നം. ആലോചിച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. മഹാനിസ്സഹായനാണ് മനുഷ്യൻ. എന്താ ചെയ്യാൻ പറ്റുക? ഓടി ആകാശത്തിന് മുകളിൽ കയറാൻ പറ്റുമോ? ഭൂമിയിൽ താഴ്ന്ന് കുളിച്ചിട്ട് താഴോട്ട് പോകാൻ പറ്റും? ടെക്നോളജി എന്ത് ഡെവലപ്പ് ചെയ്താലും നമുക്ക് ഇവിടെ തന്നെ എവിടെയല്ല എവിടെ ജീവിക്കാം. കാര്യം വലക്കുഫിലി മുസ്തഖറിലായി ഈ ഭൂമിയിൽ ഒരു നിശ്ചിത കാലം ജീവിതം തന്നിട്ടുണ്ട്. നമ്മൾ ചൊവ്വാഗ്രഹത്തിൽ പോകാം, അവിടെ ബുധനിലും പോവാം, വേഴലില് ഏക്കർ കണക്കിന് വാങ്ങാം എന്നൊക്കെ ഇങ്ങനെ മനക്കോട്ടകൾ കെട്ടുന്ന ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. കാരണം ഇപ്പൊ അങ്ങനത്തെ ഒരു ഇല്യൂഷന്റെ വേൾഡാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ടി വിയിലും അതുപോലെ തന്നെ മാൻഡ്രേക്ക് എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞില്ലേ, ഓരോന്നും ഇങ്ങനെ ഈ മനുഷ്യന്റെ ഇമാജിനേഷനിൽ, അതായത് അവന്റെ സങ്കല്പങ്ങളിൽ അങ്ങനെയാവും ഇങ്ങനെയാവും മറ്റാവും മറച്ചാവും ഓടാവാന കോടി കണക്കിന് രൂപ ചെലവാക്കണ്ട. അത് നമുക്കവിടെ ഇവിടെ ഭൂമിയിൽ ഭയങ്കര പട്ടമാണ്. ഓരോ പൊട്ടന്മാർ പറഞ്ഞു കൊടുക്കുക, അല്ലാതെ വിശ്വാസം ഇല്ലാത്ത പൊട്ടന്മാരാണ് ഈ ശാസ്ത്രകാരന്മാരെന്ന് പറഞ്ഞാണ്. ഒരു പറഞ്ഞു കൊടുക്കുക, ഇതിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റൂല, ഇത് കുറെ പൊല്യൂഷൻ ഉണ്ടാവും, വെള്ളം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല, ചന്ദ്രനിൽ സ്ഥലം കണ്ടെത്തണം, അപ്പൊ അതുകൊണ്ട് ഇന്ന കമ്പനി അവിടെ ചന്ദ്രനിൽ പോയിരിക്കുന്നു, അതോടെ നമുക്ക് 10 ഏക്കർ അവിടെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭ്രാന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഇത് ഈ വെളിവില്ലാത്ത കുറെ മനുഷ്യന്മാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. വെളിവില്ലാതെ വളരെ വ്യക്തമായി കുറെ അടിസ്ഥാനത്ത് പറയാൻ കഴിയും. നിങ്ങൾക്ക് ഭൂമിയിൽ നിശ്ചിത കാലത്ത് ജീവിതം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ അവസാനിപ്പിച്ച് പോകാനുള്ള ഒരു പ്ലാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. അതുകൊണ്ട് ചൊവ്വാഗ്രഹത്തിൽ പോയിട്ട് നമുക്ക് കുറച്ചൊക്കെ ജീവിച്ചളയാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഏർപ്പാടാണ്. അപ്പൊ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിത പാറ്റേൺ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പോണതിനും ഗവേഷണത്തിനും കണ്ടുപിടിക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ വിഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഭവങ്ങൾ ചിലപ്പോൾ 2 തരത്തിലെ. ഒരു ജീവിതത്തിൽ വിഭവങ്ങൾ തികയില്ല. നമുക്ക് പലപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങൾ തികയാതെ. ചില ആളുകൾ പറയും 10 തലമുറ തിന്നാലും തീരാത്തതാണ് ബന്ധപ്പടി ഉണ്ടാക്കിയിട്ടില്ലെന്നാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ 10 തലമുറ എന്ന് പറഞ്ഞാൽ ഇവനല്ലല്ലോ, അടുത്തടുത്തടുത്തടുത്തടുത്ത വ്യക്തികളല്ലേ. ചില വിഭവം തീരുന്നതിന് ആളുകൾ തീർന്നു. അപ്പൊ എന്തു വന്നാലും ഓരോ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു നിശ്ചിതമായ പരിധിയാണ്. ഇനി ആസ്വാദനത്തിന്റെയും അതുപോലെ തന്നെ ചിന്താഗതിയുടെയും നല്ലത് 18 വയസ്സിലുള്ള ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ചിന്താഗതിയല്ല 28 വയസ്സാകുമ്പോൾ.
28 വയസ്സ് ഉള്ള കാലത്ത് ജീവിതത്തിലുള്ള ആ വർണ്ണശബളമായ ചിന്താഗതിയല്ല 50 വയസ്സാകുന്നുണ്ടാകും. 50 വയസ്സുകാരുടെ ചിന്താഗതിയല്ല 75 വയസ്സുകാരനുണ്ടാകും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിന്റെ അനുഭൂതികളും ആസ്വാദനങ്ങളും അതുപോലെ ചിന്താഗതികളും താല്പര്യങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ മാറി മാറിയോണ്ട് ഇതിലൊന്നും നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാതുള്ള അത് തന്നെ തരണത് അതെന്ന് അനുഭവിച്ചിട്ട് സമയന വർത്തേന കേട്ടിരിക്കുന്നു, അനുസരിക്കുന്നു എന്ത് പറയാൻ മാത്രമേ മനുഷ്യന് സാധ്യമാവുകയുള്ളൂ. അപ്പൊ നമുക്കൊരു പണിയില്ല എന്നാ ചോദ്യം. പഠന ചോദ്യങ്ങളുണ്ട്. അന്നവനെല്ലാം കഥതാക്കി ഒരു പണിയുണ്ട്. പണിയുണ്ട് എന്നത് അവസ്ഥാനത്തോ ഇതെല്ലാം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടല്ലേ? അത് വിശ്വസിക്കല, അതാ പഠനം. വിശ്വസിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ വിശ്വസിച്ചനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം ഭൂമിയിൽ സംസ്ഥാപിതമാകുന്നത്. ഈ ഭൂമിയിൽ ആ ദീൻ സംസ്ഥാപിക്കാൻ ഒരുപാട് ഏർപ്പാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, അതുപോലെ സദഖ കൊടുക്കണം. അതിന് കുറേ സംഗതികൾ പറഞ്ഞു. നിസ്കാരം നിലനിർത്തുക എന്നുള്ള നിസ്കരിച്ചാൽ മാത്രമേ വെള്ളിയായിട്ട് നിസ്കരിക്കണം. പള്ളി കെട്ടണം, മഹലുണ്ടാവണം, നാട്ടിലെ ആളുകൾ നിസ്കരിക്കണം, വീട്ടിലെ ആളുകൾ പഠിപ്പിക്കണം. അതൊക്കെ ഇഖാമത്ത് സലാത്തിൽപ്പെട്ട. ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം. കിട്ടിയത് സ്വന്തം അടിക്കാൻ പറ്റില്ല, അത് പടച്ചേണ്ടതാണ് എന്ന് സമ്മതിക്കുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യും. എഴുത്തിസാമില്ല, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറച്ച് നിൽക്കുകയും വേണം. ഒത്തൊരുമിച്ച് നിൽക്കണം. അതിനെ കുറിച്ച് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പറയണ്ട. എഴുത്തിസാമില്ല, ഒത്തൊരുമിച്ചില്ല. അതിപ്പോ ഈ സമുദായം കുറെ കാലമായിട്ട് കൈവിട്ടുള്ള കാര്യമാണ്. ഖുർആനിന്റെ പടച്ചാൻ വരെ നേരിട്ട് വന്നാലും ഞങ്ങൾ ഒത്തൊരുമിച്ചിരിക്കണം, പ്രശ്നം തന്നെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ പണ്ഡിതന്മാരും നേതാക്കന്മാരാണ് നിലവിൽ നമുക്കുള്ളത്. സംശയമില്ല, ആർക്കും എതിർക്കാൻ പറ്റില്ല. അത് നേരിട്ട് എന്നെ ഇവിടെ വിളിച്ചിട്ട് കരാറിൽ ഒപ്പിട്ടാൽ പോലും ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതാണ്, എന്റെ മുയലിനാണ് 3 കൊമ്പുള്ളത് എന്നൊരു സാധാരണ ലോക്കലായിട്ട് ഒരു ചൊല്ലുണ്ട്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞാൽ അത്രയധികം ദുഷ്ടാക്കിയാണ്. പണ്ഡിതന്മാരും നേതാക്കന്മാരും ഏതാണ്ട് ഒരുപോലെയാണ്. ഈ എല്ലാവരും ഈ കുളിമുറിയിൽ ഒരുപോലെ നിലയിലാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയ ശാസ്ത്ര കുറേ വർഷം, നൂറ്റാണ്ടുകളായി ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ലജ്ജിക്കുക സമുദായമേ എന്നല്ലാതെ അതിനെക്കുറിച്ച് നമുക്ക് യാതൊന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. കാരണം എഴുത്തിസ്ലാമില്ല എന്നുള്ള അള്ളാഹ് വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞൊരു സംഗതിയാണ്. എന്തെങ്കിലും യോജിപ്പിന്റെ മേഖല കണ്ടെത്താൻ വേണ്ട വിയോജിപ്പിന്റെ മേഖല എന്താണെന്ന് ഗവേഷണം നടത്തി അതിനെ പുറത്തു കൊണ്ടുവരുന്ന സ്വഭാവവിശേഷമാണ് നമ്മുടെ ആളുകൾക്കുള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ സമയം നമ്മൾ ഏർപ്പെട്ട. പിന്നെ അതുപോലെ തന്നെ ജിഹാദും ഫീ സബീലില്ലാഹ്, കഴിഞ്ഞ ആഴ്ച ഹിജ്റയെ കുറിച്ച്, ഹിജ്റയും ഇതിൽ പ്രധാനപ്പെട്ടത്. ജിഹാദും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുക. അത് നാവ് കൊണ്ടും പേന കൊണ്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടും യുദ്ധം വാള കൊണ്ടും ഒക്കെ എല്ലാ ത്യാഗപരിശ്രമങ്ങളും അതിൽ പെടുന്നതാണ്. അപ്പൊ ഈ സത്യവിശ്വാസം സ്വീകരിച്ചിട്ട് അനുസരണം കാണിച്ചാൽ അവന് മഹോന്നതമായ സ്വർഗം അല്ലെങ്കിൽ നിത്യവാസത്തിന്റെ സ്വർഗം. അതെല്ലാം നിഷേധിച്ച് കളഞ്ഞാൽ അവന് വളരെ വലിയ കുഴപ്പമുള്ള അപകടകരമായ നരകം. ഇത് കൃത്യമായി പറഞ്ഞാൽ ഈ ഖുർആനിലൂടെ ഈ ഒരു വഴിയിലൂടെയാണ് നിങ്ങളെ നാം മാർഗദർശനം ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നേരായതിലേക്ക് നിങ്ങളെ ചൊവ്വായ രീതിയിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. അതായത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉത്തമമായ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന ശുഭവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അഅ്തദ്നാ ലഹും അദാബൻ അലീമ. അതായത് ശേഷിച്ച ജീവിതം, പരലോക ജീവിതം, അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഒരു മാർഗദർശനവും നാം ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി ക്ലിയറായി ഖുർആൻ എന്താണ്, എന്തിനാണ് എന്ന് പറഞ്ഞില്ല. മനുഷ്യനെ ശരിയായ നിലയിൽ മാർഗദർശനം, അതാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. നമ്മൾ ഓതി പുണ്യം വാങ്ങുന്ന ഈ സാധനം ഇങ്ങനെ ഒരു മാർഗദർശനം കൂടെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഖുർആന്റെ അനുയായികൾ ആവുക. അല്ലെങ്കിൽ ഇതിങ്ങനെ പാരായണം ചെയ്യുന്ന ഏതോ ഒരു കൂട്ടരായിട്ട് നമ്മൾ ആയി പോകുന്നുള്ള. അപ്പൊ ഈ ആയത്തതിനാലും അദാബൻ അലീമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വേദനാജനകമായ ശിക്ഷ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ മനസ്സിന് ഒരുപാട് ഡീവിയേഷൻസിനുള്ള ചാൻസ്, അതായത് ഫുജൂർ, തോന്നിയാസം കാണിക്കാൻ, അഹങ്കാരം കാണിക്കാൻ, തമ്മാടിത്തരം കാണിക്കാൻ. ഫുജൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വഴിതെറ്റിടുക. അതിനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പിശാചിന്റെ താവളം മനുഷ്യ മനസ്സിൽ
പ്രവർത്തിക്കാൻ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നന്മ തിരഞ്ഞെടുക്കുന്നുണ്ടോ തിന്മയോടൊപ്പം പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ടെസ്റ്റിന് അങ്ങനെ ആവശ്യമില്ല. രാത്രി പഠിപ്പിക്കണമെങ്കിൽ പകൽ എന്താണെന്ന് അറിയണം. പകല് അറിഞ്ഞാലേ രാത്രി മനസ്സിലാവും. അത് ചൂടറിയുമ്പോഴേ തണുപ്പിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ദുഃഖമുണ്ടെങ്കിലേ സന്തോഷം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ലാഹ് അങ്ങനെയാണ് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത്. ഇതിനെ മറികടക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ വിജയത്തിന്റെ പാത ഏതാണ് എന്നും അതിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നും മനുഷ്യന് ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവത ആവർത്തനം അനിവാര്യമായ രീതിയിലാണ് മനുഷ്യ മനസ്സും ശരീരവും സൃഷ്ടിച്ചിരിക്കുന്നത്. ചായ രാവിലെ കുടിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കുടിക്കുന്നുണ്ട്, വൈകുന്നേരം കുടിക്കുന്നുണ്ട്, ഇടക്കിടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട്, 2 ചായ 1 ചായ കുടിക്കുന്നുണ്ട്, തീരെ ചായ കുടിക്കാത്തവരുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, മീൻ കഴിക്കുന്നുണ്ട്, ഇറച്ചി കഴിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ട് മതിയാക്കൂല. അതിങ്ങനെ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് കൊണ്ട് നിങ്ങൾ കഴിക്കും. അത് നമുക്ക് മടുപ്പ് അനുഭവപ്പെടുത്തുന്നില്ല. ഇറച്ചി ഒരു 4 ദിവസം കഴിച്ചാൽ 3 ദിവസം കഴിച്ചാൽ മടുപ്പ് അനുഭവപ്പെടും. മീൻ ഒരു 10 ദിവസം കഴിച്ചാൽ ഇറച്ചിയിൽ അത്ര മടുക്കൂല മീൻ ചില ആളുകൾ. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിന്റെ ആവർത്തനം, അതേപോലെ മനസ്സിനും ആവർത്തനമുണ്ട്. ചിന്താഗതി ഡെയിലി ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുക, പിന്നെ ഇങ്ങനെ ഉറട്ടി, പിന്നെ അവിടെ തന്നെ പോയി കിടക്കുക, പിന്നെ എഴുന്നേൽക്കുക, പിന്നെ പോവുക. ഇത് ഒരു നിശ്ചിത കാലം വരെ ആവർത്തിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ശരീരത്തിലും അങ്ങനെയുള്ള ആവർത്തനം കൊണ്ട് മനസ്സിലാവുന്ന ഒരു മനസ്സാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഖുർആനിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയും. ഓരോ സംഗതി ഇങ്ങനെ ആവർത്തിച്ച് പറയും. ഖുതുബയിലും ആവർത്തിച്ച് പറയാതിരിക്കുന്ന പറ്റില്ല. ആകെ പറഞ്ഞ ആ ഫാത്തിഹ അതിന്റെ വിശദാംശങ്ങളെ പറയാനുള്ളൂ. ഫാത്തിഹയുടെ വിശദാംശങ്ങളെ ഖുർആൻ മുഴുവൻ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന 2-3 സംഗതികളെ വിശദീകരിക്കുന്ന സൂറത്ത് സഫിലെ അവസാനത്തെ 2 വാചകങ്ങളാണ്, 2-3 വാചകങ്ങളാണ് ആദ്യം പ്രചരിച്ചത്. അതിൽ സ്നേഹമസ്നമായ ഒരു വിളിയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യത്തിൽ വിശ്വസിച്ച ആളുകളെ, ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, നിങ്ങൾക്ക് നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദ്യം. ഒരു ആരും കേട്ടാൽ വേണ്ട എന്ന് പറയാത്ത രീതിയിലുള്ള ഒരു ലാംഗ്വേജാണ്. നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടം ഞാൻ പറഞ്ഞിട്ട് ശരിയാ വഴി ഞാൻ പറഞ്ഞിട്ട് വേണ്ട നമ്മൾ പറയുള്ളൂ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനുഷ്യന്റെ നിലവാരത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നു നിന്ന് ചോദിക്കുക, നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഏത് കാതും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഏത് മനസ്സും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന കുളിർമയുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചാൽ അത് വിടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവും കൂടെ പറയാണ്. അതായത് ഉടനെ തന്നെ പറയാം, തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വ അൻഫുസിഹിം. അത് അതിനേക്കാൾ വലിയ അത്ഭുതം. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയാം, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക. അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്, അവരോടെ പറയും. അപ്പൊ ആ ചോദ്യത്തിന്റെ പകുതി ഭാഗം, ആ ചോദ്യത്തിനുണ്ടാകുന്ന ഉത്തരത്തിന്റെ പകുതി ഭാഗം അവരെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞവരാണ്. അപ്പൊ അതൊരു ഭയങ്കര കുളിർമയാണ്. ഞാൻ 5 കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുന്നു, അത് 2 നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ബോധം ഉണ്ടാകുമ്പോ പിന്നെ 3 അല്ലേ നമുക്ക് ബാക്കിയുള്ളൂ എന്നൊരു തോന്നൽ മനുഷ്യ മനസ്സിന് കൂടുതൽ ശക്തി നൽകും, കൂടുതൽ പ്രചോദനം നൽകും, കൂടുതൽ ആവേശം നൽകും. ആ ഒരു സെന്റൻസിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ചാൻസ് കൊടുത്ത് സത്യവിശ്വാസിയായി, ഇന്നത്തെ സത്യവിശ്വാസിയെ വിളിച്ചിട്ട് പറയാൻ നിങ്ങൾ വിശ്വസിക്കുക. നമുക്കതൊരു തമാശയായിട്ട് തോന്നും, അല്ലെങ്കിൽ അത്ര ഒരു ഗൗരവമില്ലാതായിട്ട് തോന്നും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മോനെ അതിങ്ങ് എടുക്കുന്ന പറഞ്ഞാൽ എടുത്തുകൊണ്ടാണ് വരണമെങ്കിലോ വളരെ എളുപ്പമാണ്, സന്തോഷത്തോടെ കൊടുക്കാറ്. അപ്പൊ എന്ന് പറഞ്ഞാല് എന്താണ് അത് ആവശ്യപ്പെടുന്നത്, അത് ഓൾറെഡി നമ്മുടെ കൈവശമുണ്ട്. എന്റെ രക്ഷിതാവ് ആവശ്യപ്പെടുന്നത് എന്റെ കൈവശമുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തോടെ രക്ഷിതാവിനെ നേരിടാനുള്ള ഒരു ഭയങ്കരമായ മാനസികമായ ഒരു ശക്തി, ഒരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ നൂതനമായ പല മേഖലകൾ കടന്നുപോയാൽ പോലും ഇത്ര ആഴത്തിൽ സ്വാധീനിക്കുന്ന സംഗതി നമുക്ക് കാണാൻ സാധ്യമാവുമോ എന്നെനിക്ക് സംശയമാണ്. അത്ര വല്ലാത്ത രീതിയിലാണ് ഹൃദയത്തെ ഇങ്ങനെ പിടിച്ചിട്ട് അടുപ്പിക്കുന്ന തരത്തിൽ, മനുഷ്യനെ സ്നേഹം കൊണ്ടിങ്ങനെ വീർപ്പ് കൊണ്ടിരിക്കുന്ന തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സംഗതികളും മനുഷ്യ മനസ്സിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരുമ്പോ സ്നേഹമസ്നനായ ഒരു രക്ഷിതാവ്, ഇങ്ങനെ രൗദ്രഭാവമുള്ള ഈ നാക്ക് നീട്ടിയ ഒരുപാട് തലയുള്ള കൈയൊക്കെയുള്ള വെട്ടാൻ നിൽക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്.
നമ്മളെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, മഹാകാരുണ്യത്തിന്റെ ഒരു നിധിയായി, കരുണാവാരിധി എന്നാണ് നമ്മൾ പറയാം, ഒരു നിധിയായിട്ട് നമ്മളോട് ഇങ്ങനെ സംവദിക്കുകയാണ്, ഇങ്ങനെ അടുത്ത് സംവദിക്കുക. ഖുർആനിൽ അങ്ങനെ നോക്കിയാൽ നമുക്ക് അള്ളാഹുവിനെ ആ നിലയ്ക്ക് കാണാൻ പറ്റും. വരൂ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹു വിശ്വസിച്ചല്ലോ. പിന്നെ ബാക്കിയുള്ളത്, അതായത് തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ധനം കൊണ്ടും അതുപോലെ തടി കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുക, ത്യാഗ പരിശ്രമങ്ങൾ അനുഷ്ഠിക്കുക, യുദ്ധം ചെയ്യുക, എല്ലാം അതിനകത്ത് പെടുന്നതാണ്. അതിപ്പോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഗതികളും ഇതിൽ പെട്ടത് തന്നെയാണ്. അപ്പോ അതിലും ഒരുപാട് സംഗതികൾ അള്ളാഹുമായിട്ട് നമ്മുടെ അടുത്തേക്ക് ദാലിക്കും ഹൈറുൽ, അതാണ് നിങ്ങൾക്ക് നല്ലത്, എന്തും കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്നുള്ള സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള മെഷീൻ, അതായത് അതിനുള്ള എക്വിപ്മെന്റ്സ്, അതിനുള്ള ഇന്ദ്രിയങ്ങൾ, ബോധേന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് നാം തന്നിട്ടുണ്ട്. അത് പറഞ്ഞില്ല, അത് പറഞ്ഞത് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവ് ഓൾറെഡി ഞാൻ തീർച്ചയായിട്ടും തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക എന്ന ഒരു അധ്വാനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അങ്ങനെ ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിങ്ങൾക്ക് നല്ലത്. എന്നാൽ അതിന്റെ പ്രതിഫലവും കൂടെ പ്രഖ്യാപിക്കാറുണ്ട്. ദുനൂബക്കും, നിങ്ങളെ തെറ്റുകളെല്ലാം പോലെ മനുഷ്യനാണ്, അറിഞ്ഞും അറിയാതെയും വേണ്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. ആരും പലപ്പോഴും സാധാരണ നല്ല മനുഷ്യന്മാരും നീയത്ത് വെച്ച് തെറ്റ് ചെയ്യാറില്ല. സന്ദർഭവശാൽ അങ്ങനെ തെറ്റ് വന്നു പോകണതാണ്. ഈ ക്രിമിനൽസ് മാത്രമേ നീയത്ത് വെച്ച് തെറ്റ് ചെയ്യാറുള്ളൂ, അല്ലാത്തവനെ നീയത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ ഇന്റൻഷണൽ ആയിട്ട് മുതഅമ്മിദ് എന്നാണ്. മുതഅമ്മിദ് മുതഅമ്മിദ് എന്ന് പറഞ്ഞാൽ ഈ കേസെടുക്കുമ്പോൾ തന്നെ അങ്ങനെയുണ്ട്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് കൊലപാതകം, രണ്ടിനും രണ്ട് ശിക്ഷ. അതുപോലെ ഓരോ സംഗതികളും മനുഷ്യൻ വളരെ ഇന്നസെന്റ് ആയിട്ട് ചില സംഗതികൾ ചെയ്യും. പക്ഷെ അത് ചിലപ്പോൾ ചെന്ന് പറ്റുന്നത് വലിയ അപകടകരമായ അവസ്ഥയിലായിരിക്കും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ പ്ലാനിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്യൂല എന്ന് വിചാരിക്കേണ്ട. കുല്ലുൽ ആദം ഖത്താഊൻ ഖൈറുൽ ഖതാഈന തവ്വാബൂൻ, ആദമിന്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യും. ആദം തെറ്റ് ചെയ്തു കാണിച്ചത് തന്നെ ആ മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആദമിന്റെ മക്കളൊക്കെ തെറ്റ് ചെയ്തു, അത് നിരാശപ്പെട്ടു പോകേണ്ടതില്ല. ആ തെറ്റുകാരിൽ ഏറ്റവും ഉത്തമൻ അത് ഖേദിച്ചു മടങ്ങുന്നവനാണ്, പെർഫെക്റ്റ് ആവാൻ വേണ്ടി. അതായത് റീചാർജ് ചെയ്യുന്ന, ഗോ ബാക്ക്, താപാന്തരം മടങ്ങുക, അള്ളാഹുവിലേക്ക് പോയിട്ട് ആ ഒറിജിനൽ ചാർജിങ്ങിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ സ്വാംശീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ റീചാർജ് ചെയ്യാനാണ്. പടച്ചോന്റെ ഇനർജി ക്ഷയിച്ചു പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, അതിനുള്ള ചാൻസ് തരും. അവസാനം ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ, പിന്നെ താഴ്ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന നിത്യാരാമങ്ങളിൽ പ്രവേശിക്കും. മസാകിൻ തയ്യിബത്തിൻ, വിശിഷ്ടമായ ഭവനങ്ങൾ, അതായത് വളരെ പ്ലസന്റ് ഡ്വെല്ലിങ്സ് എന്നാണ്, വളരെ വിശിഷ്ടമായ ഭവനങ്ങൾ. ജന്നാത്ത് അദ്നിൻ, അതായത് സ്വർഗാരമത്, ഏദൻ തോപ്പിലാണ്. സ്വർഗത്തിൽ അങ്ങനെ ഉണ്ട്. ഈ യമനിലെ ഏദനെ കുറിച്ചല്ല പറഞ്ഞത്, സ്വർഗത്തിലെ ഏദനെ കുറിച്ചാണ്. ഇത് മഹത്തായ വിജയം തന്നെയാണ്. അത് സംഗതി ശരി തന്നെയാണ്. കാരണം ഒരു റുപ്യ കൊടുത്തിട്ട് അങ്ങാടി മുഴുവൻ ഇങ്ങനെ വാങ്ങുക എന്ന് പറഞ്ഞാലോ വലിയ സംഗതിയാണ്. അതിനേക്കാൾ വലുതാണ് ഇവിടെ ഹ്രസ്വമായ ജീവിതത്തിലെ നൈമിഷ്യമായ വികാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ത്യജിക്കുകയും എന്നിട്ട് അവന് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് അനന്തമായ ജീവിത സൗഭാഗ്യം നേടിയെടുക്കുക എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കച്ചവടം, ലാഭകരമായ കച്ചവടം തന്നെയാണ്. അഖബയുടെ വെടിയുടെ രാത്രിയിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ആളുകളും കൂടിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഞങ്ങൾ വേണ്ടിയത്? ഞങ്ങൾ താങ്കളുടെ റബ്ബിന് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും എന്തും ചെയ്യുന്നതാണ്, എന്ത് ചെയ്യണം എന്നങ്ങ് പറഞ്ഞാലും. അപ്പൊ നിങ്ങൾ എന്റെ റബ്ബിനെ ആരാധിക്കുക, നിങ്ങളെ തടിയും ധനവും ഒക്കെ നോക്കുന്നത് പോലെ എന്നെ സംരക്ഷിക്കുക. അങ്ങനെ പല സംഗതികൾ പറഞ്ഞു. അപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പേയുള്ള ഒരു ഉടമ്പടിയാണ്. വിശദാംശങ്ങളെന്ന് പറയാൻ നേരമില്ല, അറിയുന്നവർ ഇത് മനസ്സിലാവും, അല്ലാത്തവർ പഠിച്ചു മനസ്സിലാവും. ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ആ രാത്രിയുടെ നിശബ്ദതയിൽ ശക്തമായ ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗം, അൽ ജന്ന, നിങ്ങൾക്ക് തരാൻ പോകുന്നത്, നിങ്ങൾ എന്നെ സംരക്ഷിച്ചാൽ, അല്ലാഹുവിനെ ആരാധിച്ചാൽ, ഈ ദീനിനെ ഇവിടെ നിലനിർത്താൻ സഹായിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം, അനന്തമായ സൗഭാഗ്യം, ഒരിക്കലും നശിക്കാത്ത അനന്തമായ സൗഭാഗ്യം തരും.
അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറഞ്ഞ വാചകമാണ്, അതെ ലാഭകരമായ കച്ചവടമാണത്. ഞങ്ങൾക്ക് ഇനി എത്ര കാലമാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് നോക്കാം. ഇനി എന്ത് കണ്ട തന്നെ ഉണ്ടായാലും അതിവിടെ അനുഭവിച്ച് തീരാൻ വേണ്ടി നേരമൊന്നും വേണ്ടിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ അത് ചിലപ്പോൾ അനുഭവിക്കുന്നതിന് മുമ്പ് ആഴ്ച തീരും, ചിലപ്പോൾ ആഴ്ച തീരുന്നതിന് മുമ്പ് സാധനം തീരും. എന്തായിരുന്നാലും യാതൊരു തരത്തിലും ശാശ്വതീകത്വമില്ലാത്ത ഹ്രസ്വമായ ഈ ദുന്യാവിലെ ചില നൈമിഷിക വികാരങ്ങൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അനന്തമായ സൗഭാഗ്യം, മഹോന്നതമായ സ്വർഗത്തിൽ നിത്യാനന്ദത്തിന്റെ സ്വർഗാരാമത്തിൽ അല്ലാഹുമായിട്ടുള്ള മുലാഖാത്തുമായും നല്ല ഗംഭീരമായ ജീവിതം, ഒരിക്കലും താരതമ്യമില്ലാത്ത ഒരു ജീവിതം. അങ്ങനെയുള്ള ജീവിതം തരാമെന്ന് അള്ളാഹുവിന്റെ ഭൂമിയുടെ പ്രവാചകൻ അങ്ങനെ കാണുമ്പോൾ തന്നെയാണ് അവരെ നബി ഇങ്ങനെ കാണണം. അള്ളാഹു നേരിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനോട് നേരിട്ട് ഇടപാട് നടത്തുന്നത്. നമ്മൾ ഇന്ന് 15 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നിന്ന് നമ്മൾ ആ രംഗം ഒന്ന് മനസ്സിൽ കാണുമ്പോൾ പോലും നമുക്ക് രോമാഞ്ചുണ്ടാവും. അഖബയുടെ ആ ഉടമ്പടി നടത്തുന്ന ആ രാത്രിയിൽ അഖബ കുന്നിൻചെരിയിൽ വെച്ച് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാഭകരമായ കച്ചവടമാണത്. അതെ, ലാഭകരമായ കച്ചവടം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും ലാഭകരമായ ഈ കച്ചവടം കുറച്ച് ദൂരെയാണ് എന്ന് മനുഷ്യ മനസ്സിന് ചിലപ്പോൾ തോന്നാറുണ്ട്. നല്ല ലാഭകരമാണെങ്കിലും സ്വർഗം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നാളെ കിട്ടും, ഒറ്റത്താൻ കിട്ടും, ഇനി മരിക്കണ്ടേ എന്നൊക്കെ മനസ്സ് തോന്നാറുണ്ടല്ലോ. അപ്പൊ മനുഷ്യ മനസ്സിന് നിരാശ ബാധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിനെ പടച്ചോനാണല്ലോ. അപ്പൊ പടച്ചോൻ ഉടനെ തന്നെ പറയാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേറെ ചില വിജയങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതും തരും. എന്നിട്ട് പക്ഷേ ബദറിന് മുമ്പാണ് ഈ സംഭവം. ബദറിലെ വിജയം ലോക ചരിത്രത്തിന്റെ വിജയമുണ്ടാക്കിയ സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന വലിയ സന്ദേശമാണ്. ബശിറിൽ മുഅ്മിനീൻ, ഇതെല്ലാം സത്യവിശ്വാസികളുടെ ശുഭവാർത്തയായി അറിയിച്ചു കൊള്ളുക എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം കൊണ്ടും അതുപോലെ ശരീരം കൊണ്ടും ത്യാഗപരിശ്രമം ചെയ്യാൻ, ജിഹാദ് ചെയ്യാൻ, യുദ്ധരംഗത്ത് ഉറച്ചു നിൽക്കേണ്ടി വന്നാൽ നിൽക്കാനൊക്കെ തയ്യാറുള്ള മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹോന്നതമായ ആദരവിലൂടെയാണ് നോക്കിക്കാണുന്നത്. അടുത്ത സെൻറ്റൻസിലൂടെ അതാണ് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഗതി എടുത്ത് തിരിച്ചുകൊണ്ട് ആ ആദരണീയതയുടെ അങ്ങേയറ്റം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ സൗഭാഗ്യം നേടുന്ന, മഹോന്നതമായ ആ സ്വർഗ സൗഭാഗ്യം നേടുന്ന സത്യവിശ്വാസയുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى الله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، اوصيكم واياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് വസിയത്തുചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ സംസ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന ആളുകളെ അല്ലാഹു ഒരു വലിയ മഹത്തായ പദവി കൊടുത്ത് ആദരിച്ചിരിക്കും. അതിന് ചരിത്രത്തിൽ നിന്ന ഒരു വലിയ ഉദാഹരണം ഇസ്രായേൽ ജനതയാണ്. ലോകത്തിലെ ഏറ്റവും കൊമ്പന്മാർ. അവരിലാണ് ഏറ്റവും നല്ല പ്രവാചകന്മാരെല്ലാം വന്നിട്ടുള്ളത്. ഒരുപാട് കാലം ലോകത്തിന്റെ ഭരണം കടിഞ്ഞാൻ അവരുടെ കൈവശമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ കുഴപ്പമുണ്ടാക്കാൻ നല്ല കൊട്ടു കൊടുക്കും, വീണ്ടും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുന്നത്. ഈസാ നബിയുടെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാല പ്രവാചകന്മാരെ ഒക്കെ സത്യപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ഇനി ഒരു പുതിയ പ്രവാചകൻ വരാനുണ്ട് എന്ന സുവിശേഷം അറിയിക്കുകയും ചെയ്യുക. ഹ്രസ്വമായ കാലം ഈസാ നബി പ്രബോധനം നടത്തിയിട്ടുള്ളത് 3 കൊല്ലം, 30 വയസ്സ് മുതൽ 31 വയസ്സ് വരെ എന്നൊക്കെയാണ് ചരിത്രം. ഈസാ നബി അലൈഹിസ്സലാം ഇനി ഭൂമിയിലേക്ക് വരും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനിൻ പൂർത്തിയാക്കാൻ, അതായത് ഈസ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ദീൻ പൂർത്തിയാക്കാൻ ഇമാം മഹദിയുടെ കാലഘട്ടത്തായിരിക്കും. മഹദി ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈസാ അലൈഹിസ്സലാം വരികയും ഈസ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്,
എക്സിക്യൂഷൻ ഭരണം മുഴുവനും മഹദി ആയിരിക്കുന്നതാണ്. ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് സൂചകങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈസാ അലൈഹിസ്സലാം അദ്ദേഹം ഹവാരി ഗോത്രമാണ്. അത് 2-3 അഭിപ്രായങ്ങളുണ്ട്. അവർ ഹവാരി ഗോത്രം എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കാർ, അതായത് അലക്കാരായതുകൊണ്ട് അവരുടെ കൈയും അവരുടെ കാലും ഒക്കെ ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് വെളുത്തു ഇതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേര് കിട്ടിയിരിക്കും എന്നൊക്കെ പറയുന്നു. എന്തായാലും ഹവാരി ഗോത്ര ഇസ്രായേൽ സമൂഹവംശത്തിലെ ഹവാരി ഗോത്രത്തിൽ അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. അദ്ദേഹം വളരെ കുറഞ്ഞ ആളുകളെ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യകാലത്തുണ്ടായിരുന്നുള്ളൂ. 12 ആളുകളാണ്. അതല്ല കുറച്ചുകൂടി ഉണ്ടായിരുന്നു അഭിപ്രായമുണ്ട്. എന്തായാലും നമുക്ക് എണ്ണല്ല അവിടെ നിലപാടിനെ സംബന്ധിച്ചാണ്. ഇവിടെ ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്കൊരു കഥ പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത്. അത് നിലപാടിന്റെ വ്യക്തത നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു വീണ്ടും വിളിക്കുക, സത്യവിശ്വാസികളെ, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവുക. എന്തിനാണ് ഈ മഹാപ്രപഞ്ചം പടച്ചുണ്ടാക്കി വളർന്ന പടച്ചവന്റെ സഹായികൾ നൽകുക? അപ്പൊ അത് നമ്മളെ ബനി ആദം, ആദമിന്റെ സന്താനങ്ങളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ തമ്പുരാൻ നമ്മളോട് പറയുന്നത്, അതെ അല്ലാഹുവിനെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും അൻസാറുക, അല്ലാഹുവിന്റെ സഹായികളാവുക എന്നതാണ്. അല്ലാഹുവിന്റെ സഹായികളാവുക എന്നത് വലിയൊരു പദവിയാണ്, വിശിഷ്ടമായ ഒരു പദവിയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയുക, അവന്റെ ഏകത്വത്തെ കുറിച്ച് പറയുക, അവന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുക, അവന്റെ സ്നേഹത്തെ കുറിച്ച് പറയുക, അവന്റെ ധർമ്മത്തെയും നീതിയെയും കുറിച്ച് പറയുക, ശാശ്വതവും സമാധാനപരമായ ജീവിതത്തിന് അതിനെ അനുധാവനം ചെയ്ത് ജീവിക്കേണ്ട ആവശ്യതയെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. യഥാർത്ഥത്തിൽ അതാണ് അതിനേക്കാൾ മഹത്തായ ഒരു സംഗതി വേറെയില്ല. അത് ചെയ്യുന്നവനാണ് അല്ലാഹുവിന്റെ സഹായി എന്നുള്ളത്. പൂർവ്വാനുസാറുള്ള അല്ലെ വിശ്വാസങ്ങളെ, നിങ്ങൾ മറിയമിന്റെ പുത്രൻ ഈസ ചോദിച്ചതുപോലെ അൻസാരികള് ഹവാരികളോട്, അല്ലാഹു ഞാൻ അല്ലാഹുവിലേക്ക് യാത്രയായാണ്, ഈ യാത്രയിൽ എന്നെ അല്ലാഹുവിന്റെ ഈ വഴിയിൽ എന്നെ സഹായിക്കാൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ എടുത്തോ. ബനി ഇസ്രായേൽ. അപ്പൊ ആ ഹവാരി ഗോത്രത്തിന്റെ അപ്പുറമുള്ള ആളുകളെ കുറിച്ച് പറയാം. ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ട വാമന ത്വായിഫ, ഒരു വലിയ കൂട്ടം വിശ്വസിക്കുകയും ഒരു കൂട്ടം നിഷേധിക്കുകയും ചെയ്തു. ഈ ചങ്ങാതി ഇങ്ങനെയൊക്കെ പറയാതെ നാട്ട് നന്നാകാറ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ടായിരുന്നു ജൂതന്മാരെ സംബന്ധിച്ച്. ഒരു വിഭാഗം ആളുകള് അദ്ദേഹത്തെ നിഷേധിച്ചു കളഞ്ഞു. ആ നിഷേധിച്ചു കളഞ്ഞ ആളുകളെ തള്ളിക്കളഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വിശ്വസിച്ചവർക്ക് നാം പിൻബലമേകി, നാം ശക്തി നൽകി. അപ്പോ അവർ ജേതാക്കളായി, അവരുടെ ശത്രുക്കളുടെ മേൽ ജേതാക്കളായി. എന്തിനാണ് ഇത് കഥ പറയും പോലെ ഇവിടെ പറഞ്ഞത്? അതായത് ഏത് കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന് പോരാടാൻ തയ്യാറായ ആളുകളെ നാം പണ്ടും സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കും. ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സഹായം നമ്മുടെ ആവശ്യമുണ്ട്. തയ്യാറുണ്ടോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഒരു മേശയുടെ ചുറ്റും ഇരിക്കാനെങ്കിലും തയ്യാറാവാത്ത ഈ സമുദായത്തോട് ഇതെങ്ങനെയാണ് ജിഹാദ് ചെയ്യാൻ പറയാം ആലോചിക്കും. ഒന്നൊരു മേശ ഇട്ടിട്ട് എല്ലാവരും കൂട്ടിയിരിക്കുന്നു, ഞാൻ അപ്പൊ അവിടെ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് അതൊന്ന് മാറിയേ പറ്റൂ എന്നുള്ള എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് ചിത്രത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശാക്തീകരണം, ശക്തി യഥാർത്ഥത്തില് ഇസ്ലാമിന്റെ ഈമാന്റെ ഭാഗമാണത്. ഈ ആധുനിക ജനാധിപത്യ സംവിധാനത്തില്, ബഹുസ്വരതയുടെ സമൂഹത്തില് ഇലക്ഷനും പാർലമെന്റും പഞ്ചായത്തും വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. എല്ലാ സ്ഥലത്തും കോൺസ്റ്റിറ്റ്യൂൻസി ഓരോ സ്ഥലത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ സത്യവിശ്വാസത്തിന്റെ ആൾക്കാർ ഇങ്ങനെ പരസ്പരം പോരാടുകയാണ് കാണാൻ പറ്റും. ഒരു നീക്കുപോക്കിന് തയ്യാറില്ലെന്ന് ഞാൻ വലുതാണോ അമ്മക്കാണോ തീരുമാനിച്ചിട്ടില്ലേ പലരും. അപ്പൊ അതുകൊണ്ടാണ് നീക്കുപോക്കുകൾക്ക് തയ്യാറില്ലാത്ത ഒരവസ്ഥ. കാരണം ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്, എല്ലാം നഷ്ടപ്പെടുകയാണ്. പരസ്പരം തങ്ങളിൽ അടിച്ചിട്ട് സ്വന്തം ശക്തി നഷ്ടപ്പെടുത്തുകയാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അസ്തിത്വം നിലനിർത്താനുള്ള ശക്തമായ ഒരു ഏകത എല്ലാവരെയും കൂടെ ഒന്നിച്ചുണ്ടാക്കാനൊന്നും പറ്റൂല. ഒരു നേതാവിന്റെ കീഴിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഏകതയൊക്കെ ഉണ്ടാക്കാമല്ലോ. ഈ രാജ്യത്തെ പാർലമെന്റിൽ എത്ര മെമ്പർമാരുണ്ടാവും, ഓരോ പഞ്ചായത്തിൽ എത്ര മെമ്പർമാരുണ്ടാവും. ഇവിടെ ഞങ്ങൾ പിന്നോക്കമാണ്, അശരണരാണ്, ആലംബഹീനരാണ്, ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, റേഷൻ കാർഡ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് സംവരണം കിട്ടില്ല എന്ന് പറഞ്ഞ് കൂവി വിളിച്ച്
വിളിച്ച് ബഹളുണ്ടാക്കി നടക്കേണ്ട ഒരാവശ്യം വരില്ല. ഒന്ന് വർത്തമാനം പറഞ്ഞ അതിനകത്ത് ആവശ്യമുള്ള റെപ്രസെന്റേഷൻ ആവശ്യമുള്ള മേഖലയിലുണ്ടെങ്കിൽ ഒരു വർത്തമാനം പറഞ്ഞാൽ അത് ഉടനെ കിട്ടും. ഇനി എന്നാണാവോ ഈ സമുദായത്തിനൊക്കെ മനസ്സിലാവുക എന്നുള്ളതാണ്. മാക്സിമം അടിച്ച് തങ്ങളിലടിച്ച് ശക്തി ചോരുന്ന തരത്തിലാണ് ഓരോരുത്തരും പരിപാടി പഠിക്കുന്നത്. ഇത് എന്നൊക്കെയാണ് പ്രസംഗിക്കുക. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്, അവരുടെ ഭിന്നത ഉണ്ടായ ഉടനെ യോജിപ്പിക്കണം. മറ്റുള്ള എല്ലാവർക്കും ബാധ്യതയുണ്ട്, എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി സത്യവിശ്വാസികളുടെ ശക്തി ഏത് മേഖലകളിലും ചോർന്നു പോകാതിരിക്കാനുള്ള മുൻകരുതൽ വിശ്വാസികൾ എടുക്കേണ്ടതുണ്ട്. കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് യാതൊന്നും ഒരു കുഴപ്പവും പറ്റാതെ അതിലൂടെ. കാരണം ഇതിന് തൊട്ട് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായ ഒരു സംഗതി അല്ലാഹു തആല പറഞ്ഞിട്ടായി ഈ കാര്യങ്ങളോട്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അള്ളാന്റെ സഹായിയായി നിങ്ങളുടെ ധനവും തടിയും കൊണ്ടൊക്കെ അള്ളാന്റെ മാർഗം ജിഹാദ് ചെയ്യാൻ തയ്യാറുണ്ടോ? അതാണ് നിങ്ങളെ നരകത്തിൽ നിന്ന്, വേദനാജനകമായ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഉത്തമമായ കച്ചവടത്തെ നമ്മളോട് പറഞ്ഞല്ലോ. പക്ഷെ അതിനിപ്പോ പഠിച്ചവന്റെ പോളിസി പ്രഖ്യാപിച്ചു. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അള്ളാന്റെ മഹത്തായ കളിയാക്കല, ശരിക്കും പഠിച്ച കളിയാക്കല. ആരെങ്കിലും സൂര്യന്റെ വെളിച്ചത്തെ വായു കൊണ്ട് ഊതി കൊടുത്തു. അള്ളാന്റെ വെളിച്ചം സൂര്യൻ ഉണ്ടാക്കി വെളിച്ച. അപ്പൊ അള്ളാന്റെ വായ കൊണ്ടേ തോന്നിയാസം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അള്ളാന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണ് ഒരുപാട് ആളുകളുടെ. ഈ ജൂതന്മാരെയാണ് അഭിസംബോധന ആദ്യത്തെ. ജൂതന്മാരും ക്രൈസ്തവരും ആഗോളാടിസ്ഥാനത്തിൽ സഹസ്രാബ്ദങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് സകലത്. ഇപ്പൊ മറ്റൊരിടത്ത് പോകുമ്പോണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ പുറപ്പെട്ടു. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇടപെടാൻ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞു. ഇവിടെ നമ്മളെ കൂടെ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സൗഭാഗ്യങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ട് അങ്ങനെ നല്ല സ്വർണ്ണ കൊട്ടാരത്തിൽ വിമാനത്തിൽ സ്വർണ്ണ കപ്പൂസ് വെച്ച് നടക്കുന്ന ആളുകൾ ഉറങ്ങുമ്പോ അത് അവരെ കൂടെ നിൽക്കേണ്ടി വരും. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു വേദനാജനകമായ ഒരു സംഗതിയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന അവന്റെ നൂറിനെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ചില നിഷേധികളും ഇവിടെ ഉണ്ട്. നമുക്കറിയാത്തതൊന്നുമല്ല, അത് ആദ്യം പ്രഖ്യാപിച്ചു. അതുപോലെ ഏതെങ്കിലും മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ വെറുത്താലും ഈ ദീന് നാം പൂർത്തിയാക്കാതെ കൊണ്ടൂല്ല. അതിനുവേണ്ടിയായ പടച്ചോൻ ഇത് സത്യനിഷേധികളെ ബഹുദൈവ വിശ്വാസികൾ വെറുത്താലും ശരി ഇത് പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സത്യദീനും സന്മാർഗദർശനവുമായി അവൻ പ്രവാചകനെ വെട്ടിട്ടുള്ളത്. അത് ഭൂമിയിൽ മുൻമാതൃകയില്ലാതെ തന്നെ പൂർത്തിയാക്കി കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്കൂളിൽ പഠിച്ച ആ സഹാബാക്കളുണ്ടല്ലോ, അതിങ്ങനെ നടപ്പാക്കി നൂറ്റാണ്ടുകളോളം ലോകത്ത് നൽകുന്നു. അതിനെ എല്ലാ തരത്തിലും നശിപ്പിക്കാൻ വേണ്ടി ചരിത്രത്തിലുടനീളം ഒരുപാട് ഗൂഢാലോചനകളും വഞ്ചനകളും നടത്തിയ ശത്രു സമൂഹം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മുസ്ലിം സമുദായം അതിന്റെ അസ്തിത്വം മനസ്സിലാക്കാതെ, ഈ സമുദായത്തിന്റെ ശക്തി മനസ്സിലാകാത്ത ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അത് ഈ സമുദായം എന്ന് ഏതോ ഒരു പണ്ഡിതരൊക്കെ പറയും. മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള, യൂതന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്, ക്രിസ്ത്യാനിക്ക് മനസ്സിലായിട്ടുണ്ട്, മറ്റുള്ളവർ മനസ്സിലായി. കാരണം ഇതിനിങ്ങനെ വിട്ടാൽ നമ്മളെ ശരിയാക്കണം. അതുകൊണ്ട് ഇതിനെ മാക്സിമം നശിപ്പിക്കണം എന്നുള്ളതാണ്. അതിനനുസരിച്ച് പ്ലാനാണ് മറ്റുള്ളത് ചെയ്യണം. പക്ഷെ സമുദായത്തിന് ഇതുവരെ സ്വന്തം ശക്തി മനസ്സിലായിട്ടില്ല. ഈ സമുദായത്തിന്റെ അന്തസ്സ് മനസ്സിലാവാത്ത, ഈ സമുദായത്തിന്റെ ശൗര്യം മനസ്സിലാവാത്ത, ഈ സമുദായത്തിന്റെ മഹോന്നതി മനസ്സിലാവാത്ത, ഈ സമുദായത്തിന്റെ ഔന്നത്യം മനസ്സിലാവാത്ത, ഈ സമുദായത്തിന്റെ സൗഭാഗ്യം മനസ്സിലാവാത്ത ഏക വിഭാഗം ഈ സമുദായമാണ് എന്നത് നിർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലായത് നമുക്ക് നമ്മെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, രക്ഷിക്കുകയല്ലാതെ വേറെ ഓർക്കുന്നില്ല. ഇത്രയും മഹോന്നതമായ ഒരു ഖുർആൻ, മഹത്തായ സൗഭാഗ്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂട്ട്, സഹായം, ഇതെല്ലാം നമുക്കുണ്ടായിട്ട് നമുക്ക് ഇത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമാണ്. മൂസാ നബിക്ക് ഇത് കൊടുത്തത് ഈ മുഹറം മാസത്തിലാണ്. ആശുറായിട്ട് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ കർബല സംഭവിച്ചത് ഇസ്ലാമിന്റെ പേരിൽ ഭരിക്കാൻ വന്ന ആളുകൾ കാട്ടിക്കൂട്ടിയ തോന്നിയാസത്തിനെതിരായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയും കുറെ ആളുകളും അവിടെ എത്തിയത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ 9 മക്കള് കർബലയിൽ ഹുസൈൻ ഉൾപ്പെടെ 9 മക്കള് ഷഹീദാവുകയുണ്ടായി. അവര് ഈ ജീവത്യാഗം വരിച്ചത്, ആ ജീവത്യാഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പറഞ്ഞിരുന്നു എന്നുള്ള. അപ്പോ
ഈ ഒരു സംഗതി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചോര ചിന്താൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ സന്നദ്ധയുള്ള സത്യവിശ്വാസികൾക്ക് ശുഭോദരമായ ഭാവി പറയുന്നുണ്ട് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മളോട് ചോരയുന്നാനും വ്യക്തങ്ങളാനും ഒന്നും പറഞ്ഞില്ല. അള്ളാഹുവിനേക്ക് ഒന്ന് ഇറങ്ങുക, ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ നമുക്ക് യാതൊരു തരത്തിലും അതിന് സൗകര്യമില്ലാത്ത ഭൗതിക ജീവിതത്തിന്റെ ആർഭാട അലങ്കാരങ്ങളുടെ പിന്നാലെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപഭോഗ സംസ്കാരമുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഇതാകും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ മനസ്സൊന്ന് മാറ്റിപ്പിടിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലേക്കും ഹദീസിലേക്കും പോയല്ലാതെ നമ്മൾ രക്ഷപ്പെടില്ല. നമ്മളെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇത് ദീനിനൊന്നും പറ്റില്ല കേട്ടോ. അവിടെയാണ് ആ പോളിസി പ്രഖ്യാപിച്ചത് പറഞ്ഞത്. ഇത് നാം പൂർത്തിയാക്കും. വളർന്നുണ്ടെങ്കിൽ വേറെ അപ്പൊ നഷ്ടം നമ്മൾക്കാ വരാൻ പോകുന്നത്. നിങ്ങളെ കൊണ്ടല്ലെങ്കിൽ വേറെയുള്ള ആളെ കൊണ്ട് ഞാൻ പൂർത്തിയാക്കും. യാതൊരു സംശയമില്ല. ആരുടെ അപ്പീലെന്നുള്ള തരം വേണ്ട. നാം സഹായി എന്ന് പറഞ്ഞത് ഒരു നല്ല വർത്താനം പറഞ്ഞതാണ്, അത് നിങ്ങളെ ബഹുമാനിച്ച് പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ എനിക്ക് സഹായികളുടെ ആവശ്യം ഉണ്ടായിട്ടല്ല എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കാൻ പറ്റാത്ത കോലത്തിലാണ് അതിന്റെ മുന്നിലുള്ള ആയത്തുള്ള. നമ്മളാരെങ്കിലും പള്ളി കെട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളാരെങ്കിലും ദീൻ ഇസ്ലാമിന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളാരെങ്കിലും വലിയ സംഗതികൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദീൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആരും വിചാരിക്കേണ്ടത് നമ്മളെ കഴിവുകൊണ്ടും പ്രവർത്തനം കൊണ്ടുകൊണ്ടാണ്. അല്ലാഹു തആല ദീൻ സ്വീകരിക്കാനും അതിൽ പ്രവർത്തിക്കാനും നമുക്ക് സൗഭാഗ്യത്തെ നമ്മൾ ആദരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് അഹങ്കാരമില്ലാത്ത മനസ്സുണ്ടാവുക. കുറെ സക്കാത്തുകൾ കൊടുത്തു, ഞാൻ സക്കാത്ത് കൊടുത്തെന്ന് പറഞ്ഞ എളിയനെ പകരം അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകി കുറച്ച് പണവും തന്നു, മനസ്സും തന്നു, അതിന് അനുഗ്രഹം തന്നു എന്ന് പറഞ്ഞാൽ അവന്റെ തല താഴെ വിനയാനിതമായി താഴോട്ട് വരും. ദീനിനു വേണ്ടി ഒരുപാട് സേവനം ചെയ്തു, ഞാൻ ഒരുപാട് പ്രസംഗിച്ചു, ഞാൻ ഒരുപാട് എഴുതി, ഞാൻ ഒരുപാട് അധ്വാനിച്ചു എന്ന് വിചാരിക്കുമ്പോ അഹന്തയാണ് ഉണ്ടാവുക, പിശാചാണ് തലയിലുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ചെയ്യാൻ എന്നെ അനുവദിക്കുകയും എന്നെ നിയോഗിക്കുകയും എനിക്ക് തൗഫീഖ് നൽകുകയും എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോ വിനയാന്വിതമായി അല്ലാഹുവിന്റെ അടുത്തേക്ക് അവന്റെ തല കുമ്പിട്ട് പോകുക. വിവരം കിട്ടിയാലും വിദ്യാഭ്യാസം കിട്ടിയാലും അതുപോലെ പണം കിട്ടിയാലും സ്ഥാനമാന പദവി കിട്ടിയാലും അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ചിന്തിക്കാനാണ്, നല്ല കുത്തനെ ചിന്തിക്കാനല്ലാതെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെന്നല്ല, അല്ലാഹു എനിക്ക് തന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് വിനയാന്വിതമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ദീനിനെ സഹായിക്കാൻ, ഈ ദീനിനെ നിലനിർത്താൻ ഈ ഭൂമിയിൽ ആരെയും ആവശ്യമില്ലാതെ ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് 1000 പ്രാവശ്യം നമ്മളെ പഠിപ്പിച്ച സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളോടുള്ള കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, ആദരവ് കൊണ്ട് ബഹുമാനം വെച്ചതാണ് നമ്മൾ അല്ലാഹുവിന്റെ സഹായികളാക്കാം എന്നുള്ള സ്ഥാനത്തിൽ പറഞ്ഞത്. അപ്പൊ ആ ആദരവിനും ബഹുമാനത്തിനും ഏറ്റവും നല്ല നന്ദി രേഖപ്പെടുത്താനുള്ള കൂട്ടരാണ് നമ്മൾ സത്യവിശ്വാസികൾ. ഇത് പഠിക്കുകയും പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുന്ന ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. കഴിഞ്ഞില്ലെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ ആശയിൽ അങ്ങ് മരിച്ചുപോയാലും നമുക്ക് സ്വർഗം ലഭിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ചെയ്തില്ലെങ്കിലും ചെയ്യാൻ ആശിച്ച് നടന്നാൽ അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരാമെന്ന് കാരുണ്യവാനായ തമ്പുരാൻ നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയം വരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. اللهم علمنا أبو بكر وعمر وعثمان وعلي والمصطفى والعباس وحسن والحسين من بقية أصحاب رسول الله أجمعين. كرمني ولا يتبعني علينا ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും മൂത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്ക് മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികളും നീ പുറത്തുമാകുന്ന പറയാനും ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി തരുന്നതിനായി ഞങ്ങളുടെ രോഗികളെല്ലാം നിശ്ചയാക്കി തരുന്നതിനായി അതാ ഞങ്ങളുടെ മുന്നേ നിന്നെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗപ്പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റുന്നതിനായി അകലങ്ങളിലൂടെ ഞങ്ങൾ വേട്ടപ്പെട്ടവർക്ക് ഇസ്തിഖാമത്തും ഹിദായത്തും തഖ്വയും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും ജോലിയിലും ഒക്കെ ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സച്ചിന്തതരണ തമ്പുരാനെ, നല്ല വിജ്ഞാനം തരണ തമ്പുരാനെ. ഇസ്ലാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അങ്ങനെ ശാന്തമായി ഇസ്ലാമിൽ ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തിൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസകരമായി തരണ തമ്പുരാനെ. അതാ ഖബറുകൾ ശിക്ഷയിൽ ഞങ്ങളാണ് തമ്പുരാനെ. ഖബറുകൾ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അശ്വരനെ ഞങ്ങളെ സഹായിക്കണേ നാഥ. നരകത്തിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ
أعز الإسلام والمسلمين اللهم انصر أعمال المجاهدين في كل موطن الأرض يا أرحم الراحمين ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة